ുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അവിടെയും ലീഡ് കൂടുന്നത് എൻ ഡി എക്ക് രണ്ടും കൂടി ചേർന്ന് ഭഗൽപൂർ സീമാഞ്ചൽ ഏരിയ മുഴുവൻ നോക്കുമ്പോൾ എൻ ഡി എ 23, ഇന്ത്യ സഖ്യം 10 എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ലീഡ് നില നോക്കുമ്പോൾ 84 സീറ്റുകളിൽ ഇപ്പോഴും എൻ ഡി എയുടെ ലീഡാണ്. അതേസമയം ഇന്ത്യ സഖ്യം 50 സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. ഏതാണ്ട് മുഴുവൻ സീറ്റുകളുടെയും ലീഡ് നില അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് 84 എന്നുള്ള കൂറ്റൻ സംഖ്യയിലേക്ക് എൻ ഡി എ കുതിക്കുന്നത്. അതിൽ തന്നെ ബി ജെ പി വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിന് ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന ട്രെൻഡുകളെല്ലാം തന്നെ പൂർണ്ണമായും എല്ലാ മണ്ഡലങ്ങളിലെയും പോസ്റ്റൽ വോട്ടിൻ്റെതാണ്. അത് കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയാണ്. ബീഹാറിൽ നിന്ന് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എങ്ങും ഈ കൗണ്ടിംഗ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന എല്ലാ റിസൾട്ടും പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിൻ്റേത് മാത്രമാണ്. സാധാരണഗതിയിലൊക്കെ ഈ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ അതിനൊപ്പം തന്നെ 5-10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആരംഭിച്ചിട്ടില്ല. മഹാഗഠബന്ധൻ പോസ്റ്റൽ വോട്ട് എണ്ണിയ ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടന്നാൽ മതി എന്ന നിർബന്ധത്തിൽ നിൽക്കുകയാണ്. ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. ഒരു സ്ഥലത്തും ഇതുവരെയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലങ്ങൾ ഇനിയും മഹാഗഠബന്ധന്റെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം എന്ന് നമുക്ക് കരുതാം. എന്തായാലും പോസ്റ്റൽ വോട്ടിന്റെ ഫലങ്ങളാണ്. ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൽ സ്വാഭാവികമായും വലിയ മുന്നേറ്റം എൻ ഡി എക്കുണ്ട്, അല്ലെങ്കിൽ ബി ജെ പിക്കുണ്ട്. ബി ജെ പിയും ജെ ഡിയും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിയായി നിൽക്കുമ്പോൾ തൊട്ടു പിന്നിലാണ് ആർ ജെ ഡി നിൽക്കുന്നത്. കോൺഗ്രസ് ഏറെ പിന്നിൽ പോയിരിക്കുന്നു. ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് പോലും കോൺഗ്രസിനെ ഇപ്പോഴും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം പകുതിയോളം സീറ്റുകളിലെ ഫലസൂചനകൾ, പോസ്റ്റൽ വോട്ടിൻ്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അവിടെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ എൻ ഡി എയുടെ വലിയൊരു തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിയായി ബി ജെ പിയും ജെ ഡിയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറി മാറി നിൽന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറ്റിന് ജെ ഡി യു മുന്നിൽ പോവുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ ബി ജെ പി ഒരു സീറ്റിന് മുന്നിൽ പോകുന്നു. അതിന് തൊട്ട് പിന്നിൽ തന്നെയുണ്ട് ആർ ജെ ഡി. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട വിഷയം, ആർ ജെ ഡിക്കൊപ്പം നിൽക്കാൻ ഒരു സെക്കൻഡ് ലെയർ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് 9 സീറ്റുകൾ മാത്രമാണ് നിലവിൽ മുന്നേറാൻ കഴിയുന്നത്. മറ്റൊന്ന് ഇടതു പാർട്ടികളാണ്. ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണ ഇടതു പാർട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് CPI-ML ലിബറേഷനാണ്. CPI-ML ലിബറേഷൻ 12 സീറ്റുകൾ നേടിയതാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. CPIക്ക് ഒരു സീറ്റിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM കഴിഞ്ഞ തവണ നിലനിർത്തിയ 2 സിറ്റിംഗ് സീറ്റുകളിലും അജയ്കുമാർ അടക്കം ഇപ്പോൾ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ്. അപ്പോഴും പറയുന്നു, ഇത് പോസ്റ്റൽ വോട്ടുകളാണ്. ഏതു സമയവും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം വരുമ്പോൾ ചിലപ്പോൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഹരിയാനയിലടക്കം നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ വലിയ ലീഡിലേക്ക് കോൺഗ്രസ് പോവുകയും വ്യക്തമായ മെജോറിറ്റിയിലേക്ക് കോൺഗ്രസ് പോവുകയും ഒടുവിൽ BJP അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇനിയും മാറി മറിയാനുള്ള സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നു. മഹാഗഠബന്ധന്റെ RJDയുടെ, കോൺഗ്രസിന്റെ, CPI-MLന്റെ, CPIയുടെ, CPMന്റെ, VIP-യുടെ ഒക്കെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയും കൂടിയാണ്. മഞ്ജുഷ്, ഇവിടെ ജെ ഡി യു അവരുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ബസ് കുച്ച് ഗണ്ടോങ് കി ഇന്തദാർ ഫിർ ബി രഹേ ഹേ സുശാസൻ കി സർക്കാർ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി, സദ്ഭരണം തുടരും എന്ന് ജെ ഡി യു അവരുടെ എക്സിൽ കുറിക്കുന്നു. മാത്രമല്ല, ഷാനവാസ് ഹുസൈൻ BJP വക്താവ് ഇപ്പോൾ പ്രതികരണവുമായി എത്തുന്നുണ്ട്. BJPയുടെ വിജയം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും വലിയ ആത്മവിശ്വാസത്തിലാണ്. നിതീഷ് കുമാറിൻ്റെ വിജയം നീരജ് കുമാർ എന്ന NDA നേതാവും വലിയ ആത്മവിശ്വാസത്തിലെടുക്കുന്നു. NDA നോക്കൂ, 96 സീറ്റ്, 25 സീറ്റിന്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മുഴുവൻ ചിത്രം നോക്കിയാൽ ഇത് കണ്ടില്ലേ, മുഴുവൻ ചിത്രം നോക്കിയാൽ അതിൽ NDA 96, BJP 40, അതിൽ തന്നെ BJP 42, JDU 38, LJP 8, RLM 5, HAMS 3 എന്നുള്ളതാണ്. ഇതാണ് പൊതുചിത്രം. 96 സീറ്റുകൾ. ഇത് NDAയുടെ മാത്രം ലീഡാണ്. ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ മാത്രം ലീഡ്. ഇത് മഹാസഖ്യത്തിന്റെ ലീഡാണ്. അതിൽ RJDയുടേതാണ് ഈ കാണുന്നത് 36 സീറ്റുകൾ ലീഡ്. കോൺഗ്രസിന്റെ നീല നിറത്തിൽ കാണുന്നത് 8 സീറ്റുകളിൽ മാത്രം ലീഡ്. ബാക്കി ചുമന്ന നിറത്തിൽ ഇതുകൊണ്ട് അത് ഇടതു പാർട്ടികൾ ലീഡ് ചെയ്യുന്ന മേഖലകളാണ്. ഇടതു പാർട്ടികൾ നോക്കുമ്പോൾ 9 സീറ്റുകളിൽ ഇടതു പാർട്ടികൾ ലീഡ് ചെയ്യുന്നു. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഘടന. RJD ആണ് ഈ കാണുന്നതെല്ലാം. RJDയുടെ ലീഡാണ് ഇന്ത്യ സഖ്യത്തിൽ. ബാക്കി നീല നിറത്തിൽ കാണുന്ന കോൺഗ്രസിന്റെ ലീഡ്. കോൺഗ്രസ് വെറും 8 സീറ്റായി കുറഞ്ഞു അല്ലേ. 9 സമുദായക്കാരെ മുഴുവൻ മുന്നണിയിലേക്ക് അടുപ്പിക്കും എന്ന് പറഞ്ഞതാണ് വികാസ്ശീൽ ഇൻസാൻ. ഒരു സീറ്റിൽ ലീഡില്ല. CPM 2 സീറ്റ്, ഒരു സീറ്റിൽ CPIയുടെ ലീഡ്. ഇത് മൊത്തം ചിത്രമാണിത്. അതിൽ ഇപ്പോൾ NDAയുടെ മാത്രം നോക്കുമ്പോൾ 99 സീറ്റുകളിലെ ലീഡ്. അത് ഈ പച്ച നിറത്തിൽ കാണുന്നത് JDUവിന്റെ ലീഡാണ്. 49 സീറ്റുകളിൽ JDU ലീഡ് ചെയ്യുന്നു. അതേസമയം ഇതെല്ലാം BJPയുടെ ലീഡാണ്. BJP 42 സീറ്റുകൾ. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം JDUവിന് ഇപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫേസ് നോക്കുകയാണെങ്കിൽ
ഉണ്ടാകുന്നു അതായത് എന്നതാണ്. എൻ ഡി എക്ക് മൊത്തം നോക്കുമ്പോൾ 25 സീറ്റുകൾ, കഴിഞ്ഞ തവണ തോറ്റ 25 സീറ്റുകളിൽ ഇത്തവണ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മൊത്തം എൻ ഡി എയുടെ ലീഡിന്റെ ചിത്രമാണ് മാജിക് ബോളിൽ കാണുന്നത്. അതിൽ ഇതെല്ലാം JDU ലീഡ് ചെയ്യുന്നു, ഇവിടെയെല്ലാം BJP ലീഡ് ചെയ്യുന്നു, ഈ പ്രദേശങ്ങളിൽ LJP ലീഡ് ചെയ്യുന്നു. NDA 100 സീറ്റുകളിലേക്ക് ലീഡ് എത്തിയിരിക്കുന്നു. NDA സീറ്റ് 100 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്.